അറിയാത്ത, ക്രിസ്തുവിനെ അറിയാത്ത മറ്റാളുകളെ പോലെ നമ്മളും ഈ ലോകത്ത് ജീവിക്കുന്നു. എല്ലാവരെയും പോലെ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, അത്യാവശ്യം ജീവിക്കാനുള്ള ക്രമീകരണങ്ങൾക്കൊക്കെ ചെയ്യുന്നു. നമ്മൾ ഈ പ്രായാധിക്യത്തിലേക്ക് വരുന്നു, ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നു. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിൽ നിങ്ങൾ നടക്കണം. ആ വെളിച്ചം പേറുന്നവരായി വഹിക്കുന്നവരായി നമുക്ക് നടക്കുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവാകുന്ന വെളിച്ചത്തിൽ നിന്ന് നമ്മളും ഒരു വെളിച്ചം, ഒരു മെഴുകുതിരിയിൽ കത്തി നിൽക്കുമ്പോൾ നമുക്കും പ്രകാശം കാണണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കത്തിച്ച് നമ്മൾ ആ മെഴുകുതിരിയും കൊണ്ട് നടക്കണം. അത് കാറ്റത്ത് കെടാതെ സൂക്ഷിക്കുകയും വേണം. നമ്മയൊക്കെ സംബന്ധിച്ച് നമ്മൾ ആ കത്തിച്ച മെഴുകുതിരിയാകുന്ന ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവിൽ നിന്ന് ഒന്ന് വേറൊരു മെഴുകുതിരി ഉപയോഗിച്ച് കത്തിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. അതും വഹിച്ചുകൊണ്ട് നടക്കാനും നമ്മൾ തയ്യാറല്ല. ഇനിയും കത്തിച്ചുകൊണ്ട് നടന്നാൽ തന്നെ കാറ്റടിച്ചാലും കെട്ടുപൊക്കൊള്ളട്ടെ എന്ന് ചിന്താഗതിയിൽ നടക്കുന്നവരാ. നമുക്കിത് കെട്ടുപോയാലും വിഷയമല്ല. അപ്പോൾ അന്ധകാരമാണ്. എന്താണ് അന്ധകാരം? പാപം അന്ധകാരമായിട്ടാ തിരുവചനം പറയുന്നു. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പാപത്തിൻ്റെ ശമ്പളം മരണമത്ര. പാപം വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇത് മരിക്കാതിരിക്കാനാ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, തമ്മാനി മറ്റം സെന്റ് മേരീസ്, യഹോബായ, സുറിയാനി, അന്ത്യോക്യൻ വിശ്വാസികളായ നാം നമ്മുടെ പരിശുദ്ധ പാത്രിക്കീസ് ബാവ, ശ്രേഷ്ഠ കാതോലിക്ക ബാവ, അഭിവിന്ദരായ മെത്രാപ്പൊലീത്തന്മാർ, വൈദിക ശ്രേഷ്ഠ ഷമ്മാശന്മാർ, അതുപോലെ തന്നെ സുവിശേഷകർ, എല്ലാവരും സൺഡേ സ്കൂൾ അധ്യാപകർ നമ്മളോട് അതാ പറയുന്നത്. കണ്ടാലും മകനെ, മകളെ, പാപത്തിൽ നീ മരിക്കരുതല്ല. പിന്നെയും തെറ്റിൽ പോകും. ചില മദ്യപന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, തിരുമേനി, അച്ഛ, സഹോദര, എനിക്ക് കുടിക്കരുതെന്ന് ആഗ്രഹമാണ്, എന്താണെന്നറിയാൻ പാടില്ല, പിന്നെയും അതിലങ്ങ് വഴുതി വീഴുക, എനിക്ക് തന്നെ അറിയില്ല എന്താന്ന് എന്ന് പറയുന്നത് നിങ്ങളും ഞാനും എല്ലാവരും കേട്ടിട്ടുണ്ട്. പലരും പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് പാപമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നെയും പാപത്തിൽ വീഴുക. ഞാനൊരു നാടൻ ഭാഷയിൽ പറയുകയാണ്. എന്നാൽ പുണ്യവാന്മാർക്ക് അവബോധമുണ്ടായി, അവയർനെസ് ഉണ്ടായി, അവർ കോൺഷ്യസ് ആയിരുന്നു, ഇത് അപകടമാണ്, ഞങ്ങൾ ഈ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ഞങ്ങൾ മരിക്കും. ശുദ്ധിമതിയായ അമ്മയും പരിശുദ്ധരും അവർക്ക് ആ അവബോധമുണ്ടായി. നമുക്കുണ്ടാകുന്നില്ല, നമ്മൾ പിന്നെയും പാപം ചെയ്യും. പക്ഷേ നമ്മുടെ ഈ തെറ്റുകുറ്റങ്ങളും ബലഹീനതയും ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ കുംഭസാരം എന്ന് പറയുന്ന കൂദാശ കർത്താവ് ഏർപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മനസ്സാന്തരപ്പെട്ട് കണ്ണുനീര് വാർത്ത് ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ, മകനെ, മകളെ, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും. പാപിനിയായ സ്ത്രീ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നോ, കല്ലെറിയാൻ പാടില്ല, അവൾ നല്ലവളായിക്കൊള്ളും, അവൾ പാപം ചെയ്യത്തില്ല. മകളെ, നീ പാപം ചെയ്യരുത്. സഖായി വലിയ പണമെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ചുങ്കം ആ രൂപത്തിൽ പിടിച്ച് എടുത്തു. അനധികൃതമായിട്ട് അത്യാഗ്രഹത്തോടെ അവൻ്റെ അടുത്തേക്കും ചെന്നു. ചുങ്കക്കാരനായ സഖായി അവനോട് പറഞ്ഞ്, ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷയുണ്ടായി. കാരണം അവൻ പിടിച്ചതൊക്കെ അനേകം ഇരട്ടി മടക്കി കൊടുത്തു. വാക്കുകൾ ചുരുക്കിക്കൊണ്ട് പറയേണ്ടത്, വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതേ ഉള്ളൂ നമുക്ക്. പാപം മരണത്തിലേക്ക് നയിക്കും. അതിൻ്റെ ശമ്പളം, പാപത്തിൻ്റെ ശമ്പളം മരണം. എല്ലാ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും അവരുടെയൊക്കെ പരിശുദ്ധിമതിയായ അമ്മയുടെ ഗുണവിശേഷങ്ങൾ എന്താ ഈ കൊച്ചുകുട്ടികൾ തന്നെ കാണാപ്പാഠം പറയുന്നത് പോലെ അവർ ഹൃദിസ്ഥമാക്കി അവർ മടിച്ചിട്ടുണ്ട്. ഓരോ വിശുദ്ധനും, ഗീവർഗീസ് സഹദ, സ്തേഫാനോ സഹദ, തോമാസ് ലീഹ, ഇവരുടെ എല്ലാം എന്താണ് അവരുടെ ഗുണവിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാത്ത. എന്നാൽ നമ്മളും അവരും തമ്മിൽ വേർതിരിക്കുന്ന ഒറ്റ ഘടകം എന്താ? അവർ വിശുദ്ധിയിൽ ജീവിച്ചു, നമ്മളെ കൊണ്ടത് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ വിശുദ്ധിയിലേക്ക് വരുവാനായി തമ്പുരാൻ നമുക്ക് വേണ്ടി കുംഭസാരം എന്ന് പറയുന്ന കൂദാശ ഏർപ്പെടുത്തി. പട്ടക്കാരുടെ മുമ്പിൽ നാം ആ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ വഴിയിൽ നടക്കുകയാണ്, ശ്രദ്ധിച്ചില്ല,
വഴിയിൽ കുറേ മാലിന്യം, അഴുക്ക്, ചെളി അല്ല എന്തെങ്കിലും അഴുക്കായിട്ടുള്ള ഇത് മാലിന്യം കിടന്നാൽ നമ്മൾ അറിയാതെ ചവിട്ടിയാൽ അത് നമ്മൾ കഴുകി വെടിപ്പാക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ശാരീരികമായ അർത്ഥത്തിൽ ശുദ്ധിയുള്ളവരായി തീർന്നു. ആ മാലിന്യത്തിൽ ചെന്നപ്പെട്ട അനുഭവമേ ഇല്ല. കാരണം ശരിക്കും വെടിപ്പായി കഴുകിയാൽ പിന്നെയും പഴയത്. ഇതാ കർത്താവ് പറഞ്ഞത്, നീ പാപം ചെയ്തോ? ചെയ്യാൻ പാടില്ല, ചെയ്തു പോയി. നീ കുമ്പസാരിക്ക്, നീ മാനസാന്തരപ്പെട്, നീ പാപങ്ങളെ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. അപ്പോൾ നീ പഴയതുപോലെ ഞാൻ നിന്നെ സൃഷ്ടിച്ചപ്പോൾ മുതലുള്ള ആ ശുദ്ധിയിൽ നമ്മളായിത്തീരും. അതിനാണ് നമുക്ക് അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് പരിശുദ്ധര്. 1-2 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളുടെ പരിശുദ്ധത എന്തുമാത്രം ഏതളവിലുണ്ടെന്ന് നമുക്ക് ഈ ശുദ്ധിമാന്മാരോടൊന്ന് താരതമ്യപ്പെടുത്താനുള്ള അവസരം കിട്ടും. നിങ്ങൾ മറക്കരുത്. അതായത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മുടെ കൂടെ പഠിക്കുന്നതായ കുഞ്ഞിന് ഏറ്റവും കൂടിയുള്ള ആ ഒരു ക്ലാസ്മേറ്റിന് ഒരു കുട്ടിക്ക് 50-ൽ 40 മാർക്ക് നമുക്ക് 20 മാർക്കുമേ ഉള്ളെങ്കിൽ നമുക്കറിയാം ഇവൻ 50-ൽ 50 കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തിരിക്കുന്ന കുട്ടി 40, എനിക്ക് 20 ഉള്ളൂ. നോ, ഇത് പോരാ, എനിക്കും പഠിക്കണം. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, എൻ്റെ അധ്യാപകർ പറഞ്ഞു, പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഇത് പോരാ, മോളെ ഇത് പോരാ, നിനക്ക് 20 മാർക്കേ 50-ലുള്ളൂ, ഇത് പോരാ, നീ പഠിച്ച് നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ അതുപോലെ ഈ പരിശുദ്ധൻ്റെയും ശുദ്ധിമതിയുടെയും ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ അവർക്ക് എന്തുമാത്രം പരിശുദ്ധത, അവരുടെ പ്രാർത്ഥന, അവരുടെ നോയമ്പ്, ജാഗരണം, ഉപവാസം, അവർ ചെയ്ത നന്മ പ്രവർത്തനങ്ങളെ, അവർ വാക്കുകളും പ്രവൃത്തിയും ചിന്തയും വികാരവും വിചാരവും എല്ലാം നന്മയിൽ അധിഷ്ഠിതമായി. അപ്പോൾ നമ്മൾ നോക്കുന്നു, ഓക്കെ, ഈ വിശുദ്ധൻ്റെ നന്മയ്ക്ക് പോലെയുള്ള നന്മ എൻ്റെ ജീവിതത്തിലുണ്ട്. ഏലിയാസ് അച്ഛനെ, വികാരി അച്ഛനെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒന്നിച്ച് ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങ് നെടുമ്പാശ്ശേരിയിലൊരു മീറ്റിങ്ങിൽ ഏലിയാസ് അച്ഛനുമായിട്ട് വികാരി അച്ഛനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരേ ടേബിളിൽ കോൺഫറൻസിന്, പ്രെയർ മീറ്റിങ്ങിനൊക്കെയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആ വലിയ സ്നേഹം അത് ഞാൻ അന്നേ മനസ്സിലാക്കി. അച്ഛൻ എത്രമാത്രം സ്നേഹവും ആ പ്രത്യേകമായിട്ടുള്ള ആ സന്തോഷത്തിൻ്റെ അനുഭവം മേൽപ്പട്ടക്കാരായ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ അതേ വികാരം അച്ഛനോടും നമുക്കും ആ സ്നേഹം. ഇവിടെ എന്നോടുകൂടെ വിശുദ്ധ ബലി അർപ്പിച്ചു. എല്ലായിടത്തും ഇവിടെ ഇരട്ട മയമാണെന്ന് എന്നോടൊക്കെ വരുന്നതിന് മുമ്പേ പറഞ്ഞു. ട്വിൻസിൻ്റെ ഒരു വലിയ സാഹചര്യം. ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ച പട്ടക്കാർ ട്വിൻസ്, വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയവർ, മുഖ്യ ശുശ്രൂഷകർ, ധൂപക്കുറ്റി എടുത്ത് മുഖ്യ ശുശ്രൂഷകർ, അവരും ഇരട്ടകൾ, കുർബാന അർപ്പിച്ചവരും ഇരട്ടകൾ, എല്ലാം ഇരട്ടമയമാണ്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് എനിക്കറിയില്ല. ഏതായാലും സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, എവിടെയെങ്കിലും അടിച്ചു തല്ലി വീണാൽ ഇരട്ടയെ കൊണ്ട് തിരുമിച്ചാൽ അന്നേരം വേദന പോകുമെന്നൊക്കെ ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ ഒരു ചൊല്ലുണ്ട്. കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലും അങ്ങനെ ഒത്തിരി അവരെക്കുറിച്ച് നന്മയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ, ഇരട്ടകളെക്കുറിച്ച്. അതുകൊണ്ട് ഇരട്ടകളായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ നിങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എന്നോടുകൂടെ സംബന്ധിക്കുന്ന, നമ്മളോടുകൂടെ ഈ വിശുദ്ധ ബലിയെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരും, അപ്പോൾ തന്നെ എന്നെ ബിനോപ്പിൽ മൂഴിപ്പറമ്പിൽ അച്ഛൻ നോക്കുന്നുണ്ട്. കാരണം അച്ഛന് പ്രത്യേകമായിട്ട് ഇവിടേക്ക് വരുവാൻ തക്കവണ്ണം എന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഓർമ്മപ്പെടുത്തി. ജ്ഞാനായ അതിഭദ്രാസനത്തിലെ വൈദികൻ അച്ഛൻ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമുക്കിങ്ങനെ അച്ഛൻ പറയുന്നത്, തിരുമേനി തമ്മാനിമറ്റത്ത് പോകണ്ടേ, എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ഈ ദൈവാലയത്തിലേക്ക്. ഇവിടെ തൊട്ടടുത്ത് രാമമംഗലം സെയിൻറ്റ് ജേക്കബ്സ് ജ്ഞാനായ വലിയ പള്ളിയുണ്ടല്ലോ. അപ്പോൾ ഇവിടെയുള്ള ജ്ഞാനായ ദീപദ്രാസനത്തിലെ ജനങ്ങളും വളരെ സന്തോഷത്തോടുകൂടി തമ്മാനിമറ്റ സെൻറ്റ് മേരീസ് ഇടവകയെക്കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇടവുകളിലുണ്ട്. മറ്റെല്ലാ നമ്മുടെ ഇടവുകളും പോൽ ഇവിടെ തന്നെ ഞാൻ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ നമ്മുടെ യാക്കോബായ സുറിയാനി സഭയിലെ ജ്ഞാനായ ദീപദ്രാസനത്തിലെ അനേകം ദൈവമക്കൾ ഒന്നിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ, നമ്മളെല്ലാം ഒന്നാണല്ലോ, അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമായ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ നാമപരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസം കാത്തുസൂക്ഷിച്ച് ദൈവത്തിൽ യേശുതമ്പുരാനിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ എല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ. എത്രയും വേഗം ഞാൻ തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട
വികാരി അച്ഛൻ അനൗൺസ് ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇത്രയും വേഗം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് പല പ്രോഗ്രാമുകളിലും തുടർന്ന് നിങ്ങൾക്കും എനിക്കുമൊക്കെ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ട് എത്രയും വേഗം നമുക്ക് യാത്രയാകുകയും ചെയ്യണം. ഇന്നിവിടേക്ക് കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഇതിനെ ഓർക്കട്ടെ. ഇന്ന് ആരുടെ പെരുന്നാളിനെ നാം കൊണ്ടാടുന്നുവോ ആ ശുദ്ധിമതിയായ അമ്മയുടെ മഹാവലിയ മധ്യസ്ഥതയാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ഈ ദേശവും ഇടവകയും നിങ്ങളും നിങ്ങൾക്കുള്ള സകലരും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളും നിങ്ങളുടെ വാങ്ങിപ്പോയവരും ഒപ്പം നിങ്ങളുടെ പഠിക്കുന്നവരായ കുഞ്ഞുങ്ങൾ, നിങ്ങൾ രോഗികളായിരിക്കുന്നവർ, അതോടൊപ്പം സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ, കിടന്നാൽ ഉറക്കം വരാത്ത വിധം ഹൃദയ തകർച്ചയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവരുമേ ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സമഗ്രമായ സൗഖ്യം ദൈവം തമ്പുരാന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മഹാവലിയ മധ്യസ്ഥതയാൽ തന്നെ